എല്ലാവരും എന്നെടുക്കുവാണോ? ആദ്യമേ തന്നെ ചോദിക്കട്ടെ, മഴയൊക്കെ എങ്ങനെയാണ്? എല്ലായിടത്തും മഴയല്ലേ, എന്നാ ചെയ്യാനാ? മഴയല്ലേ, കഷ്ടം. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എനിക്കതല്ലേ പറ്റുള്ളൂ ഇവിടെ നിന്ന് ചെയ്യാൻ. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് മഴയാണ്, ഭയങ്കര മഴയാണ്. പിന്നെ എനിക്ക് കീമോയ്ക്ക് 4-ാം തീയതി ചെല്ലേണ്ടതായിരുന്നു. എൻ്റെ പൈസ ഇല്ലെന്നുള്ളത് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ എന്തുവാ, പിള്ളേർ കിടക്കുക, പിള്ളേർ ഉറങ്ങുന്നത്. പിന്നെ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല. എൻ്റെ അവസ്ഥകൾ അറിയാമല്ലോ. ഞാൻ മാക്സിമം നിങ്ങളോട് എല്ലാവരോടും എന്താണെന്ന്. എനിക്ക് 2 ദിവസമായിട്ട് എൻ്റെ കണ്ണ് കണ്ടുപോകുന്നത്. എൻ്റെ കണ്ണിന് ഭയങ്കര വേദന. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫോണോ മെസ്സഞ്ചറിലൊന്നും എടുക്കാനൊക്കത്തില്ല. എനിക്ക് കണ്ണിന് കുഴപ്പമാണ്. എൻ്റെ കണ്ണ് വെള്ളം ഒഴുകുകയാണ്. കണ്ണിനെന്തോ പ്രശ്നമാണ്. ഇന്നലെ തൊട്ട് ഈ വശം കാണുന്നേയില്ല. അതികഠിനമായ വേദനയാണ്, സഹിക്കാൻ വയ്യാത്ത വേദന. എന്താണെന്നറിയില്ല എൻ്റെ കണ്ണ്. ഡോക്ടർ എന്നോട് ഫോൺ ഉപയോഗിക്കില്ല. ഞാൻ ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്നേ ഇല്ല. ഞാൻ മെസ്സഞ്ചർ കോളുകളോ മെസ്സേജുകളോ ഒന്നും നോക്കില്ല. വാട്സപ്പിൽ വരുന്ന മെസ്സേജ് മാത്രമേ നോക്കുന്നുള്ളൂ. എൻ്റെ കണ്ണ് എന്താണെന്നറിയില്ല, ഭയങ്കര വേദനയാണ്, ഒട്ടും വയ്യ. ഇന്ന് 4 മണിയാകുമ്പോൾ ഡോക്ടറെ എങ്ങനെയും പോയിന്ന് കാണണം. ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് ഇച്ചിരപ്പുറത്ത് കണ്ണാശുപത്രി ഉണ്ട്, അവിടെ പോയി ഒന്ന് കാണിച്ച് നോക്കാം. അവിടെ അതാകുമ്പോൾ വലിയ പൈസ ആകത്തില്ല. അതാണ് എൻ്റെ ഇതുകൊണ്ടുള്ള മാർഗ്ഗമേ ഉള്ളൂ. കണ്ണങ്ങ് കരികരിക്കുവാണോ, അകത്തുനിന്ന് വേദനയാണ്. അടയ്ക്കാനും എനിക്ക് തുറക്കാനും എനിക്ക് ഇതൊക്കെ ഈ കണ്ണിന് പക്ഷെ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല. ഈ കണ്ണിലാണ് പ്രശ്നം. ചുമന്ന് കിടക്കുക. ഇവിടെ കണ്ടോ, നല്ല കുഴപ്പമൊന്നുമില്ല. ഇവിടെ കണ്ടോ, കണ്ണ് ചുമന്നും കിടക്കുക, ഒട്ടും വയ്യ. പിന്നെ എല്ലാവരും എന്നെടുക്കുവാണോ? കഷ്ടം. ഒത്തിരി പേർക്ക് ഒരുപാട് മഴയത്ത് എന്നെ ചെയ്യും. എല്ലാവരും വീട്ടിലൊക്കെ പണിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കുമായിരിക്കും. പിന്നെ അതിലുപരി ഇനി അസുഖങ്ങളൊന്നും ആർക്കും വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. പിന്നെ എന്തുവാ അതിൻ്റെ കൂടെ പരിവ്. പിന്നെ എന്താ, മഴയല്ലേ, എന്നാ ചെയ്യാൻ. എല്ലാവരും വല്ലതും കഴിക്കുന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ ഓരോന്ന് ഓർക്കുമ്പോൾ അങ്ങ് വിഷമമാണ്. കാര്യം എൻ്റെ കാര്യം ഓർക്കുമ്പം വിഷമം, മറ്റുള്ളവരുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം, എല്ലാവരെയും കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുവാണ്. എല്ലാവരും എന്നെ അടുക്കും. മനുഷ്യർ പാവപ്പെട്ടവരെന്നെ ചെയ്യാനാ. ഭയങ്കര തണുപ്പാണ്, പനി വരാനൊക്കത്തില്ല. കീമോയുടെ മരുന്നിൻ്റെ കൈയെല്ലാം പരുവായി പോയി. ഇതുണ്ടോ, പരു കാരണം അനങ്ങാൻ വയ്യ. എനിക്കാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല, മൂത്രം വരുന്നില്ല, ദേഹം മൊത്തം പരു, മൊത്തത്തിൽ വയ്യായിക, കണ്ണിന് വേദന. എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ വയ്യായിക. കീമോയ്ക്ക് പോകാനായിട്ട് പൈസ ആയിട്ടില്ല. എന്നും ചെയ്യുന്നില്ല. ആലോചിക്കും. എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ അതിനേക്കാളും കഷ്ടം. എല്ലാം കൊണ്ടും നമ്മളെപ്പോലുള്ളവരുടെ അവസ്ഥകളാണ് ഓർക്കുമ്പോഴാണ് വിഷമം വരും. എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ കഞ്ഞി കുടിച്ചു. മരുന്ന് കഴിക്കാൻ പോയി. മരുന്നുണ്ട്, കാണിക്കാം. മരുന്ന് ഒരു ബോക്സിലാണ് കഴിക്കുന്നത്. ഈ മരുന്ന് കഴിക്കണം. അതേ 3000 ശിഷ്ടം രൂപ ഈ മരുന്ന്. രാവിലെയും 2 വൈകിട്ടും 2 കഴിക്കണം. എങ്ങനെയെങ്കിലും രാവിലെയും 2 വൈകിട്ടും 2. ഒട്ടും വയ്യ, കണ്ണങ്ങ് പോയി. കണ്ണങ്ങ് കരി പോലെയാണ്. ആ നമ്പൂര് ഒരാൾ മേടിച്ചു കൊടുത്തു, പാവേ കാണിക്കാൻ. അത് എടുക്കാൻ പോലുള്ള ആരോഗ്യം എൻ്റെ അമ്പൂരിൻ്റെ. അമ്പൂര് അതിനുള്ള ആരോഗ്യം ഇല്ലാത്ത കൊച്ചല്ലേ അത്. എൻ്റെ അമ്പൂ മുലപ്പാലൊന്നും കുടിച്ചിട്ടൊന്നുമില്ലല്ലോ, അത് അതിന് ആരോഗ്യക്കുറവ്.
രാത്രിയിലൊരു ഗുളികയുള്ളൂ, രാത്രി ഇനിയൊരു ഗുളികയും കൂടി ഉള്ളൂ. പിന്നെ എന്തുവാ, ഒത്തിരി പേർ വീടൊക്കെ നശിച്ചു, വീടൊക്കെ ഒഴിയും പോയി. പിന്നെ എന്ത് കഷ്ടപ്പാടില്ല. നമുക്കൊരു വീടില്ലാത്ത നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. വീട് കൂടും, പക്ഷെ അത് ഉള്ളവരുടെ ഒരവസ്ഥ, അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ ഒരു ഇതുണ്ടാവും. അതെല്ലാം ഒലിച്ചു പോയല്ലോ ദൈവം. എന്തോ ചെയ്യുന്നു, മഴയങ്ങ് നിന്നാൽ മതിയായിരുന്നു. മനുഷ്യരേലും കുറേ ഇതായേന്. എന്ത് ചെയ്യാനാണ്. മഴയും വെള്ളപ്പൊക്കം. മീനാടെ ഭർത്താവിനാണ് ഒരാഴ്ചയായിട്ട് പണി പോലും ഇല്ല, വീട്ടിൽ ഇരിക്കുക. മഴ കാരണം മേസ്തിരിപ്പണിയല്ല, മഴ കാരണം എനിക്ക് ഭൂമിയില്ല, പണിയില്ല. മഴയത്ത് പണിയാനൊക്കെ പറ്റും. കെറിയുടെയൊക്കെ തൊലിയുണ്ടോ മൊത്തം പോയിരിക്കുക. ആ പുറത്ത് വരൂ, അകത്ത് ഇത് വേദന, മൊത്തം വേദന, കണ്ണിന് വേദന, കീമോയ്ക്ക് ചെല്ലാൻ പറ്റിയില്ല, മരുന്ന് എനിക്ക് പൈസ ഇല്ലായിരുന്നു. മൂക്കൊലിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് പനി കുറഞ്ഞതേ ഉള്ളൂ, എനിക്ക് അമ്പൂന് എന്നിട്ടും പനിയാണ്. മരുന്ന് കുടിച്ചോണ്ട് എൻ്റെ കണ്ണുണ്ടെന്ന് നിറഞ്ഞ് നിൽക്കുന്നു. അമ്പൂന് പിന്നെയും എനിക്ക് മരുന്ന് കൊടുത്തോണ്ടിരിക്കും. അമ്പൂന് കുറുകുറുക്കൽ വിട്ട് മാറുന്നില്ല, എനിക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോ അവസ്ഥകളായ പിന്നെ സഹോദരങ്ങളെ, നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കും. തീർച്ചയോ ശരിയാണ്, വിഷമിക്കേണ്ട. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് അതേ പറ്റുള്ളൂ. ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്.